വീക്കെൻഡ്സ് രാത്രിയാകുമ്പോഴേ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേ എവിടെയെങ്കിലും ഇറങ്ങാറുണ്ട്. ഇത് എല്ലാ വീക്കെൻഡും നമ്മൾ എവിടെ പോകണമെന്നൊക്കെ ഓർത്ത് പ്ലാൻ ചെയ്യലൊരു വലിയ ടാസ്ക് ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. കാരണം കുട്ടികൾ വലുതായി വരുന്നവരും അവർക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലത്തായിരിക്കില്ല നമുക്ക് ഇഷ്ടം. മിക്കപ്പോഴും കുട്ടികൾ പറഞ്ഞ സ്ഥലത്ത് എൻഡപ്പ് ചെയ്യും നമ്മൾ. എന്നാലും ഇടയ്ക്കൊക്കെ സിറ്റിയും ലാൻഡ്മാർക്സും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ടൂറിസ്റ്റൊക്കെ പോണ ഏരിയാസൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു റിലാക്സിങ് ഔട്ടിംഗ് ആയിട്ട് ഇന്ന് നമ്മൾ പോയത് സിംഗപ്പൂർ റിവർ സൈഡാണ്. രാത്രി നൈറ്റ് ടൈം വ്യൂ ആണിത് സിംഗപ്പൂർ റിവറിൻ്റെ. സിംഗപ്പൂർ റിവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ സൈറ്റുമാണ്, ഒരു സെൻട്രൽ ഹബ്ബുമാണ്. സിംഗപ്പൂർ ഹിസ്റ്ററിയിൽ 13th century മുതൽ ഒരു പോർട്ട് സിറ്റിയാണ്. അന്നൊക്കെ അറിയപ്പെടുന്ന പേര് തമാസക് എന്നായിരുന്നു. സിംഗപ്പൂര എന്നുള്ള പേര് പിന്നീടാണ് ഉണ്ടായത്. എന്നും ഇതൊരു ബിസിനസ് ഹബ്ബും ഇൻഡസ്ട്രിയൽ പോർട്ടും ഒക്കെ ആയിരുന്നു. റിവർ വളരെ ഒരു ഡേർട്ടി സ്റ്റേറ്റിൽ ആയിരുന്നു. എന്നിട്ട് ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് ഈ 10 വർഷത്തിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് സിംഗപ്പൂർ റിവർ ക്ലീനപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുറേ ഹോട്ടൽസും ലാൻഡ്മാർക്സും ടൂറിസ്റ്റ് അട്രാക്ഷൻസൊക്കെ ഇതിൻ്റെ ചുറ്റും വന്നത്. നമ്മൾ റിവറിൻ്റെ സൈഡിൽ കൂടി നടക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് സ്കൾപ്ചേഴ്സ് കാണാം. ഹിസ്റ്റോറിക് സ്കൾപ്ചേഴ്സാണ്. പണ്ടത്തെ കാലത്ത് ഫിഷിംഗ് വില്ലേജ് ആയിരുന്നപ്പോഴത്തെ ഓരോ സീൻസ് ഡിപ്പിക്റ്റ് ചെയ്യുന്ന സ്കൾപ്ചേഴ്സാണിത്. ബിസിനസ്സും ട്രേഡും ഒക്കെ വന്നപ്പോൾ അതങ്ങനെ ഡെവലപ്ഡായി പോയതാണ് ഈ സിംഗപ്പൂർ റിവറിൻ്റെ സൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്തത് സെൻട്രൽ മെയിൻ സിംഗപ്പൂർ റിവറിൻ്റെ ഒരു ഏരിയയാണ്. ഒരു സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, റിവർ ക്രൂസ് ബോട്ട്സ് ഉണ്ട്. ചില ബോട്ട്സിൽ ഡൈനിങ്ങും വേണമെങ്കിൽ ചെയ്യാം. റെസ്റ്റോറൻറ്റ് ബോട്ട്സ് ഉണ്ട്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റിനെ കാണാം. കുറച്ച് നൈറ്റ് ടൈം ഇങ്ങനത്തെ പെർഫോമേഴ്സിനെ കാണാം. പാട്ട്, ഡാൻസ് അങ്ങനെ പലതും കാണാം. അപ്പോൾ ഈവനിങ്ങിലൊരു ലീഷർലി സ്ട്രോള് റിലാക്സ് ചെയ്യാൻ വന്ന് നടക്കാൻ വന്ന് ഒടുവിൽ ഡിന്നറൊക്കെ കഴിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് സിംഗപ്പൂർ റിവർ. ഇതിൻ്റെ അടുത്തുള്ള അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ മറീന ബേ സാൻഡ്സ് ഉണ്ട്, ഗാർഡൻസ് ബൈ ദ ബേ,
പിന്നെ ആർട്സ് ഹൗസ് മ്യൂസിയം, എസ്പ്ലനേഡ്, ഫുള്ളറ്റൺ ഹോട്ടൽ, അതുപോലെ സിംഗപ്പൂർ ഫ്ലയർ, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. പകൽ വന്നാൽ വേറൊരു വ്യൂ കിട്ടും. നമ്മളിന്ന് വന്ന് നമ്മൾ കുറേ നേരം നടന്ന് കുട്ടികളായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്തത്. ഇന്നത്തെ ക്ലൈമറ്റും വളരെ നല്ലതായിരുന്നു. അത് കഴിഞ്ഞു ഡിന്നറും കഴിച്ച് പോയി. ഒരു സൈഡിൽ റെസ്റ്റോറൻറ്റ്സ്, പബ്സ്, അങ്ങനത്തെ ഒക്കെ ഒരു സീനാണ്. അപ്പോൾ സിംഗപ്പൂർ റിവറിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബിസി സ്ട്രീറ്റാണ്. അവിടെ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്യും അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക്. ഒരുപാട് ഫ്രഷ് സീ ഫുഡ് ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവർ ഉണ്ടാക്കി തരുന്നതാണ്. ഒരുപാട് ടൈപ്പ്, കാണാത്ത ടൈപ്പ് ക്രാബ്, ലോബ്സ്റ്റർ, അങ്ങനത്തെ, പിന്നെ കാണാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എപ്പോഴും കാണാത്തത്. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ സിംഗപ്പൂർ വളരെ ഫേമസ് ആയിട്ടുള്ളത് ഇവിടുത്തെ ചില്ലി ക്രാബാണ്. അത് നല്ല ടേസ്റ്റാണ്. സിംഗപ്പൂരിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ വീക്കെൻഡ് ഔട്ടിംഗ്. അടുത്ത പ്രാവശ്യം ഒരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാന.